അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റ ദിവസത്തിൽ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ പോയി വരാൻ പറ്റിയ സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാം, ഒരു 1 ഡേ ട്രിപ്പ്. ഇത് തോണിക്കടവ്. പോണ പോക്ക് നല്ല കാഴ്ചകളും എല്ലാം ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാണ് തോണിക്കടവ്. തോണിക്കടവിലും കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷേ അവിടെ തോണി യാത്രകളുണ്ടായിരുന്നു, ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. അത് താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുന്നത്. അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അത് നിർത്തി വെച്ചിട്ടുണ്ട്. കുട്ടികളെയും കൊണ്ട് പോയി വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. പോയി നിൽക്കൊന്നും വേണ്ട, ഒരു ദിവസത്തെ തന്നെ നമുക്ക് വേഗം പോയിട്ട് കണ്ടു പോരാം. ഇതാ ഈ ഗേറ്റിങ്ങ തന്നെയാണ് അതിൻ്റെ പാസ് എടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ആ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിലേക്ക് കടന്നാൽ വലിയ വിശാലമായൊരു നടപ്പാതയാണ്. അതിന് ചുറ്റും നല്ല പൂക്കൾ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല നല്ല ചെടികളൊക്കെ കുഴിച്ചിട്ട് നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. നല്ല പച്ച പിടിച്ച നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ബോട്ട് യാത്രയായിരുന്നു. പക്ഷേ ബോട്ട് യാത്ര താൽക്കാലികമായിട്ട് നിർത്തി വെച്ചതാണ്. പിന്നെ അവിടെ നിന്ന് കാണാനുള്ളത് ടവറാണ്. ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ അവിടെ മൊത്തം ഫുള്ളായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണിത്. അതാണ് ഈ കാണുന്നത്. ആ ക്ലോക്ക് ടവറാണ് ആ കാണുന്നത്. അതിൻ്റെ നേരെ മുകളിൽ കയറിയാൽ അവിടെ ആകെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഫാമിലിയും ഒത്ത് ഒരു യാത്ര ചെയ്താണ്. ഒറ്റ ദിവസം കൊണ്ട് പോകുന്ന സ്ഥലങ്ങളാണിത്. സോറി, ക്ലോക്ക് ടവർ അല്ല, വാച്ച് ടവർ. എന്തായാലും ക്ലോക്കായാലും വാച്ചായാലും ഒരു ടവറാണിത്. പക്ഷേ നല്ല ഉയരത്തിലാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കുട്ടികളൊക്കെ ഇങ്ങനെ പോയി. ഞാൻ കയറിയിട്ടില്ല, ബാക്കി കുട്ടികളൊക്കെ ഞാൻ ഹസ്ബൻഡും കയറിയില്ല, കുട്ടികളൊക്കെ കയറിപ്പോയി. അങ്ങനെ അവരതിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ ഫുള്ള് വാച്ച് ചെയ്ത് എനിക്ക് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ നല്ല ഉണ്ടോ, വിശാലമായിട്ട് എല്ലാത്തിലും കാണാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാം. അങ്ങനത്തേതാണ്ടോ. ഇത് പോണ പോക്കിലൊരു യാത്രാസ്ഥലമാണിത്, വഴിയാത്ര. നല്ല എന്താ പറയുക, കാടും പച്ചപ്പും പൂക്കളും പിന്നെ വെള്ളം എല്ലാം നിറഞ്ഞ ഒരു ചെറിയ റോഡാണ്. വഴി ചെറിയ റോഡാണ് കേട്ടോ, അത്രക്കും ചെറിയ റോഡാണ്. അപ്പോൾ സൂക്ഷിച്ച് കണ്ടു പോകണം. കുന്നും ചെരുവാണ്. പോണ പോക്കിൽ നല്ല വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പാടെ ഒറ്റ ഇതാണ് കേട്ടോ. ഇതൊക്കെ പോണ വൈക്കലിലെ കാഴ്ചകളാണ്. ഇത് കണ്ടോ, ഇവിടെ നല്ലോണം വെള്ളം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ പോണപ്പം വെള്ളം കുറവാണ്. നല്ല തണുത്ത വെള്ളം, കുടിക്കാൻ പറ്റിയ നല്ല വെള്ളം ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കുടിച്ച് ദാഹമൊക്കെ തീർത്ത് പോയ സ്ഥലമാണിത്. ഇതൊരു ഉള്ളിലേക്കാണ് കേട്ടോ. ആ റോഡിൽ നിന്ന് ശരിക്കാണ്ട് അറിയാൻ പറ്റില്ല. എന്നാലും പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയത്. അപ്പോഴാണ് ഞങ്ങൾക്കും കാണാൻ പറ്റിയത്. അപ്പോൾ നോക്കുമ്പോൾ അതിലേക്ക് നല്ലൊരു വഴിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി അവിടെയൊക്കെ നിന്നെല്ലാം ഞങ്ങൾ എന്താ പറയുക, മുഖം ഒക്കെ കഴുകി കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാരണം കാണുന്നില്ല, റോട്ടിൽ നിന്ന് അങ്ങനെ വല്ലാതെ കാണുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു സ്ഥലം. മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കുളിക്കായിരുന്നു. നല്ല തണുത്ത വെള്ളം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോവാം. ഈ കരിയത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ പോണ പോക്കിൽ 3 സ്ഥലമാണ് കേട്ടോ. ഒന്ന് കരിയത്തുംപാറ, പിന്നെ ഒന്ന് കക്കാടം, കക്കാടല്ല കക്കയം, കരിയത്തുംപാറ, കക്കയം, പിന്നെ തോണിക്കടവ്. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിലേക്ക് നമുക്ക് 1 ഡേ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റും. ഓക്കെ. ഈ കരിയത്തുംപാറ എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിലുണ്ടത്. നല്ല പച്ച പിടിച്ച സ്ഥലമാണ്, പച്ച പുൽമേട്. ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അത് ആസ്വദിക്കാം. മുന്നിൽ വെള്ളവും തണുപ്പും എല്ലാം ഉണ്ട്. നല്ല പച്ച പിടിച്ച സ്ഥലമാണ് ഈ കരിയത്തുംപാറ പറഞ്ഞ സ്ഥലം. നടുക്കിങ്ങനെ പുഴയുണ്ട്. അതിന് അപ്പുറം ഇപ്പുറം നല്ല പച്ച പിടിച്ച സ്ഥലമാണത്. ഇത് ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നല്ല കണ്ടോ, മൊത്തം നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. ഇതവിടെ നിന്ന് മുകളിൽ നിന്ന് കുട്ടികളെടുത്താണ്.
ഇതാണ് തോണിക്കടവ്. ആ തോണിയൊക്കെ ബോട്ട് യാത്രയുള്ള സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ബോട്ട് യാത്ര നിർത്തി വെച്ചാൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കരിയത്തുംപാറയിലെ സ്ഥലം. ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ചുകൊണ്ട് മറ്റേ വീഡിയോയിൽ ഇടാതെ നിന്നത് പച്ച പിടിച്ച സ്ഥലമാണ്. നല്ല ആണോ, കുട്ടികളെയും കൊണ്ട് നമുക്ക് വിശാലമായിട്ട് പായോ എന്തെങ്കിലും ഇട്ട് വിരിച്ചിരിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. പച്ചപ്പൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കക്കയത്തു നിന്നുള്ള ഒരു സ്പീഡ് ബോട്ട് കയറിയ വീഡിയോ ആണുള്ളത് കേട്ടോ. ഇതും കണ്ടോ, ഇതും അതിൻ്റെ ബാക്കി തന്നെയാണ്. നേരത്തെ കണ്ട വെള്ളത്തിൻ്റെ ബാക്കി തന്നെയാണിത്, വെള്ളം ഒഴുകി വരുന്നതിൻ്റെ. ഓക്കെ, കണ്ടോ, റോട്ടിൽ നിന്ന് ഒന്നും കയറണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ മനസ്സിലാമ. ഇനി കക്കയം. ബായ്.